नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നിരന്തരം അല്ലേ കഴിഞ്ഞത്? വിവിക്തദേശ ആസീനോ വിരാഗോ വിജിതേന്ദ്രിയഃ ഭാവയേതേകമാത്മാനം തം അനന്തമനന്യതി. 38 കഴിഞ്ഞു. വിജനസ്ഥലത്തിരുന്ന് രാഗം വെടിഞ്ഞ് തൃഷ്ണയെ പുറന്തള്ളി ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളെ ജയിച്ചതിനു ശേഷം അന്യചിന്തകളില്ലാതെ അനന്തവും ഏകവുമായ ആ ആത്മാവിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. വിവിക്തദേശേ ആസീനോ വിരാഗോ വിജിതേന്ദ്രിയഃ ഭാവയേതേകമാത്മാനം തം അനന്തമനന്യതി. ആധ്യാത്മിക സാധനകളുടെ ആദ്യത്തെ പടി ആണ് ഏത്? വിജനസ്ഥലത്തിരിക്കുക എന്നുള്ളത്. വിജനമാണ്, ഏകാന്തതയിലിരിക്കുക, അനുകൂലതയെ തേടുക എന്നുള്ളത്. പ്രതികൂലമായ സാഹചര്യത്തിലും അനുകൂലമായ സാഹചര്യത്തിലും എനിക്ക് നന്നാവാൻ പറ്റും എന്ന് ഏതെങ്കിലും ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, വിചാരിച്ചാൽ പോരാ, കഴിയുന്നുണ്ടെങ്കിൽ, വിചാരിക്കാൻ ആർക്കും വിചാരിക്കാം, കഴിയുന്നുണ്ടെങ്കിൽ അയാൾ പ്രാഥമിക തലത്തിലൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അനുകൂല സാഹചര്യത്തെ തേടണം എന്നർത്ഥം. പ്രാഥമികമായ തലമാണ്. അതുകൊണ്ടാണ് ഈ സാധന അനുഷ്ഠാനത്തിൽ ബ്രാഹ്മയാമത്തിൽ ഉണർന്നെണീറ്റ് സാധനാനുഷ്ഠാനങ്ങളെ ചെയ്യുന്നവരായിരുന്നു നമ്മുടെ, അല്ലേ? അങ്ങനെയല്ലേ വന്നത്? സാധനാനിഷ്ഠരായിട്ട് വരുമ്പോ ഏത് സന്ധ്യയ്ക്കും പ്രാധാന്യം ഉണ്ടെങ്കിലും പ്രഭാത സന്ധ്യയ്ക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടായിരുന്നു ഈ മന്ത്രോപാസനകൾ ചെയ്യുന്നവര്, അല്ലേ, ജപമൊക്കെ ചെയ്യുന്നവര്, ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ ആ ഒരു സമയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ട്? പ്രകൃതി ശാന്തമാണ് ആ സമയം എന്നുള്ളത് കൊണ്ട്. പ്രകൃതി ശാന്തം, ഒരു ശബ്ദ കോലാഹലവും ഇല്ലാതെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ വിജനമായ ഒരു സ്ഥലത്ത് ആർക്കൊരു കൊല്ലാപ്പും ഇല്ലാതെ, അല്ലേ, ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഒരു മന്ത്രത്തെയോ അല്ലെങ്കിൽ നാമത്തെയോ നിരന്തരമായി ആവർത്തിക്കുന്നതിലൂടെ ഏകാഗ്രതയെ പ്രാപിക്കുന്നു എന്ന് ഇന്നും നിലയും തുടങ്ങിയതെന്നല്ല, അനേക കാലമായ പൂർവ്വ ആചാര്യന്മാർ നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അത് ക്രമേണ എന്തായി, എപ്പോൾ ചെയ്താലും എപ്പോൾ ഏതൊരു സാഹചര്യത്തിലായാലും എന്തൊന്ന് ചെയ്യുന്നുവോ അതിൽ ഏകാഗ്രതയും ചേർച്ചയും ഉണ്ടാവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ആ സമയം മുഖ്യമാണെന്നൊന്നും പറയണ്ട. പക്ഷെ എന്നാലും നമുക്കത് തിരിച്ചറിയാൻ പണിയായതുകൊണ്ട്, അല്ലേ, തിരിച്ചറിയാൻ പണിയായതുകൊണ്ട് ആ സമയത്ത് ആ ഒരു നൈരന്തര്യം പാലിക്കുക തന്നെയാണ് നല്ലത് എന്നാണ് അഭിപ്രായം. ഇനി ഇടയ്ക്കൊക്കെ കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന്, അവിടെ പോയിരുന്നാൽ ചിലപ്പോൾ ഇവിടെ തന്നെയാവും ഇരിക്കുക, അങ്ങനെയും വന്നു വരാം. എന്നാലും അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി വരുമ്പോ, അല്ലേ, കുറെ പോകുമ്പോ അതൊരു ഗുണം ചെയ്യും. എവിടെ പോയാലും കൊച്ചുകുട്ടികൾ വിരുന്നു പോകുന്നത് പോലെ, അല്ലേ, സ്കൂൾ ഒഴിവൊക്കെയുള്ള സമയത്ത് അവർ വിരുന്നു പോയി കഴിഞ്ഞാൽ പോവാൻ എന്തൊരു ഒരു ഇതേ, അല്ലേ, സന്തോഷമായിരിക്കും. പോയി കഴിഞ്ഞാലോ പിന്നെ വീട്ടിലേക്ക് എത്താനുള്ള തിരക്കായി. ഇതേപോലെ എന്നാലും എന്തായി, ഇടയ്ക്കിടയ്ക്ക് തന്നെ പോയി എന്തായി തീരും, അത് ഒരനുകൂലമായ സാഹചര്യത്തിൽ കൂടുതൽ ഗുണമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ലക്ഷ്യത്തെ നിർത്തുന്ന ഒരാൾക്ക് മാർഗത്തിൽ സഞ്ചരിക്കാൻ സുഗമമായിരിക്കും എന്നർത്ഥം. വീതരാഗ ഭയക്രോധോ രാഗ ച ഭയം ച ക്രോധ ച വീത വിഗത യസ്മാസ വിദദഗ ഭയക്രോധ സ്ഥിതധി സ്ഥിതപ്രജ്ഞ മുനി സന്യാസി തഥാ ഉച്യതേ. ലോകത്തിലെ എല്ലാ ആചാര്യന്മാരും
ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാരായിരുന്നു എന്നാ പറയുന്നത്. ഏത്? ഈ വിജനസ്ഥലവാസത്തെ അല്ലേ മതാചാര്യന്മാർ വരെ എന്നാ പറയുന്നത്. മതാചാര്യൻ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഹിറാ ഗുഹയിൽ തപസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏകവസ്ത്രധാരിയായി ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്നു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരൊക്കെ ഈ തലത്തിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇതേപോലെ പൊതുവായ ഒന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ നാമജപത്തെ കുറിച്ചാണ് അല്ലേ. അത് എന്ത് നാമം ആയിക്കോട്ടെ, ആ നാമജപത്തിന്റെ ആവർത്തനം കൊണ്ട് പ്രാവശ്യം മറ്റേ നബിദീനത്തിന്റെ അന്ന് രാവിലെ വാസ്തവം പറഞ്ഞാൽ നമ്മൾ എണീക്കണത് 3:30 മണിക്ക് നാമജപം കേട്ടുകൊണ്ട്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ കേട്ടു എന്ന് മാത്രമല്ല, പിന്നെ കുറെ നേരത്തേക്ക് അതെന്നെ ഓർമ്മ വരിക. സാധാരണ അതിന്റെ വ്യക്തത നമുക്ക് കിട്ടാറില്ല. പറഞ്ഞ മനസ്സിലായില്ല, നമ്മൾ അറബി പഠിക്കാത്തതുകൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അത് തന്നെ ഉള്ളിൽ വരിക. അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന ഏതൊരു ഇവിടെ കേൾക്കുന്നത് പോലും എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ തന്നെ മറ്റുള്ളവരെ താനോ ആരോ പെടാതിരിക്കട്ടെ, ഏകാഗ്രതയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഏത്? ഈ ഏകാന്തത എന്നുള്ളത്. ഇവിടെ പല അഭിപ്രായമുണ്ട്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്നിട്ട് ഇവിടെ ചിന്തിച്ചാലോ എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. എന്നാലും ആ ഒരു പരിശ്രമം, ഒരു ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് സാധനാതലത്തിൽ അത് അനിവാര്യമാണെന്ന് പറയുകയാണ്. ഈ വിജനസ്ഥലവാസം പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഏത്? രാഗം ഒഴിയുക എന്നുള്ളത്, രാഗം വെടിയുക എന്നുള്ളത്. അതെടുത്ത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏത്? വിരാഗോ. അപ്പൊ എന്താ പറഞ്ഞത്? വിജനസ്ഥലവാസം അത്യാവശ്യമായതുപോലെ തന്നെ ഇന്ദ്രിയ ജയവും കൂടിയേ കഴിയൂ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഇന്ദ്രിയ ജയം, ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ മേൽക്കോയ്മ ആർക്ക് കാണണം? ഇന്ദ്രിയ അധ്യക്ഷനായ മനസ്സിനാണെന്ന് പറയാം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മളെ മുക്തരാക്കുന്നതും. മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് വെച്ചാൽ, മഹാഭാരതം നമ്മളോട് പറയും, രാജത്വം ശാശ്വതമല്ല, മനുഷ്യത്വം മഹനീയമാണ്, ശാശ്വതമാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. രാജ്യത്വം ശാശ്വതമല്ല. ഇന്ദ്ര പദവി ലഭിച്ചാലും ഇപ്പൊ വൈവസ്വത മന്വന്തരത്തില് അല്ലേ, ഏത് ഇന്ദ്രനാണോ അതായിരിക്കില്ല മറ്റൊരു മന്വന്തരത്തില്. അപ്പൊ മന്വന്തരങ്ങൾക്ക് അനുസൃതമായി ദേവേന്ദ്ര പദവി അതൊരു പദവിയാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ശാശ്വതമൊന്നുമല്ല. കാലം എന്തോട്ടെ, കാലം ആപേക്ഷികമാണ്. അതുകൊണ്ട് എത്ര കാലം എന്നുള്ളതൊന്നും ചോദിക്കേണ്ട. മറിച്ച് എന്താ, ഏത് കാലമായാലും സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമാണ്. ഇപ്പൊ സുഖം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും. അപ്പൊ അതൊന്നും ശാശ്വതമല്ല. അത് രാജപദവിയാണെങ്കിൽ പോലും അത് ശാശ്വതമല്ല. പക്ഷേ മനുഷ്യത്വമോ അത് ശാശ്വതമാണ്. അപ്പൊ ചോദ്യം, മനുഷ്യനാവുമ്പോഴല്ലേ ഉള്ളൂ. ഈ മനുഷ്യന്മാരെ ദേവന്മാർ പോലും സാമഗാനം ചെയ്ത് പുകഴ്ത്തുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ ഇത് നമ്മൾ പഠിക്കുന്നത് ജന്മലക്ഷ്യം മോക്ഷമാണ് എന്നർത്ഥത്തിലാണ്, സ്വർഗമാണെന്നർത്ഥത്തിലല്ല. സ്വർഗത്തിന് അധിക സാധ്യത ദേവന്മാർക്കാണ് എന്നും മുക്തിക്ക് അധിക സാധ്യത മനുഷ്യന്മാർക്കെന്നാണ് എന്നുള്ളത് കൊണ്ട് ഈ മനുഷ്യന്മാർ എത്ര കേമന്മാരാണെന്ന് പറഞ്ഞ് ദേവന്മാർ സാമഗാനം ചെയ്യുകയാണെന്ന് പറയാം. അപ്പൊ ദേവത്വത്തിനേക്കാൾ ശ്രേഷ്ഠമാണിത് മനുഷ്യത്വം. എങ്ങനെ? ലക്ഷ്യത്തെ മുൻനിർത്തി സാധന ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഇല്ലെങ്കിൽ പറഞ്ഞില്ല. എങ്കിൽ അതിന് ഏറ്റവും ശ്രേഷ്ഠം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മനസ്സ് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സ് നന്നാക്കിയെടുത്താൽ ആരായിരിക്കും അയാൾ? മനുഷ്യനാവും. മനസ്സിന്റെ സൂക്ഷ്മവശമാണല്ലോ അല്ലേ നമ്മളെ ചെയ്തികളെല്ലാം. മനസ്സാണല്ലോ നമ്മളെ നയിക്കുന്നത്. ഇന്ദ്രിയ അധ്യക്ഷൻ മനസ്സാണ്. അപ്പോൾ മനസ്സ് നന്നായാൽ മനുഷ്യത്വം ഉണ്ടാവും, മനുഷ്യനായിക്കോളും. മനുഷ്യത്വം ഉണ്ടായാൽ എന്തായി? മുമുക്ഷുത്വം ഉണ്ടായി.
ക്രമികമാണത്. മുമുക്ഷുത്വം ഉണ്ടായാൽ, അല്ലെങ്കിൽ മുമുക്ഷുത്വം ഉണ്ടാവില്ല. സ്വർഗം ഉണ്ടാവണേ എന്നുള്ള, അല്ലെങ്കിൽ സുഖം ഉണ്ടാവണേ എന്നുള്ള ലിസ്റ്റ് ഉണ്ടായേക്കാം. പക്ഷെ മുമുക്ഷുത്വം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഏതാണ് അടുത്ത പടി, അതിന് തൊട്ട പടി ഏതാ? മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിന് ഏറ്റവും അടുത്ത പടി ഏതാണ്? ക്രമികമായി ചിന്തിച്ചാൽ മനസ്സ് നന്നാവുക എന്നുള്ളതാണ്, മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സ്, മനുഷ്യത്വം, മുമുക്ഷുത്വം ഉണ്ടെങ്കിലും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ, വിജനസ്ഥലവാസം മാത്രം പോരാ, ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ നേടേണ്ടതാണ്. പക്ഷെ ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി. എങ്ങനെയുള്ള ഗുരു എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ വിസ്തരിക്കുന്നുണ്ട്. പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും ഗുരുവേ. വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുക. സ്വയം ആ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണം? സ്വയം എത്തിപ്പിടിക്കാൻ കഴിയാത്തവരൊക്കെ തന്നെ എന്ത് ചെയ്യണം? ഒരു പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം എന്ന് പറഞ്ഞു. അവിടെ മൂർത്തി നിർത്തിയിടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പല സ്ഥലത്തേക്ക് നെട്ടോട്ടം ഓടി. എന്തിനാണ് ഞാൻ വന്നത്, എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് ചിലപ്പോൾ മറന്നുപോയി എന്ന് വരും. അപ്പൊ എന്താവും? ഈ ലോകത്തിൻ്റെതായ ചില തലക്കനുണ്ടല്ലോ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത്, ഞാൻ കേമനാണെന്നുള്ള. അതിലേറെ ദോഷം ചെയ്യുന്ന ഒരു തലക്കനുണ്ട്. അതേതാണെന്നറിയോ? ശാസ്ത്രം. ഗുരുവിന്റെ അടുത്തെത്തി എനിക്കൊരു ഗുരുനാഥനെ കിട്ടി, ഞാനൊരു ശിഷ്യനാണ്, ഞാനാരാ കേമൻ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ പഠിച്ചു എന്നുള്ളത്. കാരണം മനസ്സിലായില്ല? ഇതാണ് ഏറ്റവും വലിയ ദോഷം ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാവും, അല്ലെങ്കിൽ കുറച്ചൊക്കെ അല്ലേ അവിടുന്ന് ഇവിടുന്നൊക്കെ അല്ലേ അല്ല വക്കും മുറിയൊക്കെ കിട്ടുമ്പോഴാവും നമ്മളിൽ എന്ത് പൊന്തുക. അപ്പൊ ആചാര്യന്മാരെ പറഞ്ഞു തരുന്നത്, ആദ്യത്തെ ആ ലോകത്തിലുണ്ടാകുന്ന അഹങ്കാരം ഉണ്ടല്ലോ, ലോകത്തിലുള്ള കേമത്തുണ്ടല്ലോ, ഉയർന്നവനാണ് അല്ലേ, അല്ലെങ്കിൽ ഉച്ചനീചിത്വ കൽപ്പനയിൽ സ്ഥാനമാനങ്ങളെ കൊണ്ട് ഒക്കെ ഉണ്ടാവുന്ന ആ ഹെഡ് വെയിറ്റ് പോയി ഇപ്പൊ എന്തായി? ശാസ്ത്രത്തിന്റെ ഹെഡ് വെയിറ്റ് ആയി. അതെന്താണ്? അത് നീക്കാൻ വലിയ പണിയാന്നാ പറഞ്ഞത്. അത് നീക്കാൻ വലിയ പണി. അതെങ്ങനെയാണെന്ന് വെച്ചാല് പാമ്പും കോണിയും കയറുന്ന കളിയിൽ അല്ലേ, അവസാനത്തെ അല്ലേ, അവസാനം അവിടെ ഒരു ഒറ്റ പടി വെച്ചാൽ മതി, അപ്പോഴേക്ക് എന്താവും? ലക്ഷ്യത്തിലെത്തും. അപ്പോഴാണ് എന്ത്? വലിയൊരു പാമ്പിന്റെ വായിലകപ്പെട്ട് എവിടെ എത്തും? മൂന്നാമത്തെ കളിക്ക് വന്നു വീഴും. ഇതുപോലെ വീഴ്ച എന്നുള്ളത് ഇപ്പൊ നടന്നു പോകുമ്പോൾ വീണാലും ചിലപ്പോ എല്ലൊടിഞ്ഞു എന്നൊക്കെ വരും, ചിലപ്പോ കാറ്റ് പോയി എന്നും വരും അല്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ. ചിലപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ നിലത്തുനിന്ന് വീണാൽ തന്നെ കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു അല്ലേ, നട്ടല് പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ വരാം, ചിലപ്പോൾ കാറ്റ് പോയി എന്ന് വരാറുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ അല്ലേ ഉയരങ്ങളിൽ നിന്ന് വീണാല് അല്ലേ പരിക്ക് സാധാരണ കൂടാറുണ്ട്. സാധാരണ അങ്ങനെ പറയാറില്ലേ, ഉയരങ്ങളിൽ നിന്ന് വീഴുന്നു. അപ്പൊ എത്രത്തോളം ഉയരത്തിലാണോ അത്രത്തോളം എന്തായി തീരും? വീഴ്ച സുനിശ്ചിതമാണ്. അപ്പൊ വീഴാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സാധന ഘട്ടങ്ങളെ, ഇന്ദ്രിയങ്ങളെ എപ്പോഴും കേൾക്കുന്നവരാക്കി തീർക്കണം എന്നാണ് പറഞ്ഞു വേണ്ടത്. അതിനെന്ത് വേണം? ഇന്ദ്രിയയിലുള്ള രാഗം ഒഴിയണം. രാഗം ഒഴിയണമെങ്കിൽ എന്ത് വേണം? അതില് അതെ, വൈരാഗ്യം തന്നെ രാഗം ഒഴിഞ്ഞത്. അപ്പോ അതിന്റെ ഏതൊരു വസ്തുവിലും രണ്ട് ഭാവങ്ങളുണ്ടാവും. ഏതൊന്നിലും ഉത്കൃഷ്ടമായ ഒരു ഭാവം ഉണ്ടാവുമ്പോഴാണ് അത് നല്ലതാണ്, കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നത്. അങ്ങനെയല്ലേ? ഏതൊന്നിലും, എല്ലാറ്റിലും. ഇപ്പോ ശരീരമലങ്ങളെ കുറിച്ച് ഉപനിഷത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ശരീരമലങ്ങളെ കുറിച്ച്. ശരീരമലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞ മലം മാത്രമല്ല മലം. ഏതാണ്? മുടി മലമാണ്, നഖം മലമാണ്, ഖരരൂപത്തിലുള്ള മലമാണ് മുടി. അതെ അല്ലേ? അപ്പൊ ഒരുപാട് ശരീരമലങ്ങളുണ്ട്. അപ്പൊ ഈ ശരീരമലങ്ങളിൽ ഉത്കൃഷ്ടത തോന്നി അല്ലേ, ഒരു വ്യക്തിയോട് തോന്നുന്ന ഉത്കൃഷ്ടത കൊണ്ട് അതെന്തായി? ശ്രേഷ്ഠമായി തോന്നാം അല്ലേ? ഉണ്ടാവില്ലേ? എന്താ? വ്യക്തിയോട് തോന്നുന്ന ഉത്കൃഷ്ടതയല്ലേ ആ ശരീരമലങ്ങളോട് അത് കൊള്ളാമല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത്. തലമുടി നല്ല ശോഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ?
ഒരു ഉത്കൃഷ്ടമായ ഭാവം ഉള്ളതുകൊണ്ട് അതേ തലമുടി അതിന് വേർപെടുത്തിയിട്ട് ജ്യോതിപാത്രത്തിലായാലോ ഉത്കൃഷ്ടതയല്ല ഉണ്ടാവുന്നത് അല്ലേ? ഇതുപോലെ ഏതിനും രണ്ട് വശമുണ്ട്, ഏതിനുണ്ട്. ആ രണ്ട് വശങ്ങളിൽ ഒന്ന് മാത്രം അല്ലേ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതെന്ത് കൊള്ളാമല്ലോ എന്നുള്ള തോന്നലുണ്ടാവുന്നത്. അപ്പോൾ മറ്റേ ഭാഗം കൂടി ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഏതാണോ താനാവുന്നത് അതായിക്കോട്ടെ, പിടിച്ചേക്കൊന്നും വേണ്ട. അങ്ങനെ രാഗം ഒഴി ഉറപ്പാണ്. ഏത് കുറേ കാലമായിട്ട് കേട്ട് അതിനെന്തോ ഒരു മഹനീയത കൊടുത്തത് കൊണ്ടാണ് അത് മഹത്തായി തീർന്നത്. അല്ലാതെ വാസ്തവത്തിൽ അതിന് മഹത്വമൊന്നും ഇല്ല എന്നറിയും. അപ്പൊ ഇത് വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ, വസ്തുതത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ? രാഗം ഒഴിയല്ലാതെ വേറെ വഴിയില്ല. ഇതെല്ലാവരോടും പറഞ്ഞതല്ല, ലക്ഷ്യബോധം ഉള്ളവരോട് പറഞ്ഞതാ. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ട് ഏതായാലും വൈചിത്ര്യം നിറഞ്ഞ നാനാത്വങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കെ സമ്പൂർണമായ ഏകത്വ ദർശനം സാധ്യമാണോ എന്ന സംശയത്തിന് സമാധാനം അരുളുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട്. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വൈരാഗ്യം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ അത് സാധ്യമാണോ? ആണോ? നമ്മുടെ മുന്നിലേ ഈ തുറന്നു വെച്ചിരിക്കുന്ന ഈ വേദപുസ്തകം ഉണ്ടല്ലോ, അത് വേദപുസ്തകമാണെന്ന് തിരിച്ചറിയണ്ടേ? ഏതാ നമ്മുടെ ഏറ്റവും വലിയ വേദപുസ്തകം? ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവവേദോ ഒന്നുമല്ല. ഏതാ? നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചമാണ്. അത് നോക്കി അതിലെഴുതിയിരിക്കുന്ന സുവർണ ലിപിയിൽ എഴുതിയിരിക്കുന്ന പാഠങ്ങളെ, ലിപികളെ വായിക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഏത് മറ്റൊരു പുസ്തകത്തിൻ്റെയും ആവശ്യം ഇല്ല. അതിനൊരു ദൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി മധ്യമാധികാരിക്ക് മാത്രമാണ് ഏത് പുസ്തകങ്ങളൊക്കെ. അല്ല പുസ്തകം പരമോ ഒന്നുമല്ല. ഉത്തമാധികാരിക്ക് പുസ്തകം വേണ്ട. അത് നോക്കി വായിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി എന്നുള്ളത് ജന്മസിദ്ധമായി നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഇനി കഴിവ് വേറെ കിട്ടാനൊന്നുമില്ല, ആർക്കും കിട്ടാനില്ല. സ്ത്രീ എന്നോ പുരുഷനെന്നോ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. ജന്മന ആരും അത് പ്രത്യേകതയായിട്ട് ജനിച്ചവരൊന്നുമല്ല. ഒരാൾ പ്രത്യേകമായിട്ട് ജനിച്ചു, അയാൾ ജന്മനാ മഹാത്മാവാണ്, അല്ലെങ്കിൽ അല്ലേ വേറെ ചിലർ ജന്മനാ ദുരാത്മാവാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പരിശ്രമിച്ച് തന്നെയാണ് ഏത് മുന്നോട്ടെത്തുന്നത്. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. തീരെ പരിശ്രമിക്കാതെ വരുമ്പോഴാണ് ഏത് മനുഷ്യൻ എന്തായിത്തീരുന്നത്? മർത്യൻ. മനുഷ്യനിലേക്കും ഉയരാം, പിന്നെന്താവും? മർത്യനിൽ തന്നെ ഇരിക്കാം, അതിലും താഴോട്ടും വരാം. ഇന്നലെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഈ പന്നികളുടെ ശല്യം കൂടുതലാണ്. എവിടെ നോക്കിയാലും പന്നികളുടെ ശല്യം കൂടുതലാണ്. ഇത് കാളികാവ് അടുത്ത. അപ്പോൾ ഈ എന്താ ഈ പന്നികളുടെ ഒരു ചർച്ച നടക്കുക, പന്നികളുടെ ഇത് കൂടാൻ. അപ്പോൾ ഈ പന്നികൾ കൂടാൻ കാരണം ഒരാൾ പറഞ്ഞതാണ് മനുഷ്യന്മാരായിരിക്കും പന്നികളായിട്ട് വരുന്നതെന്ന്. രസമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഈ 3 മാസം കൂടുമ്പോൾ ഒരുപാട് മക്കളുണ്ടാവും. ഒരുപാട് മക്കളുണ്ടായി എന്നുള്ളത് കൊണ്ട് അയാൾ ശ്രേഷ്ഠനാവുന്നൊന്നുമില്ല. അപ്പൊ അടുത്തേൽ എന്തായി? മക്കൾ വേണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ, പുത്രന്മാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സന്തതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് മക്കളുണ്ടായി എന്നുള്ളത് കൊണ്ട് അയാൾ മനുഷ്യനായി എന്നർത്ഥമൊന്നുമില്ല. ഉണ്ടോ? അങ്ങനെ പന്നി ആയാലും മതി. ഒന്നാമ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാണ് പുത്രൻ പുത്രി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ എന്താ കുംഭീനസി നരകോ അങ്ങനെ ഒരു നരകമുണ്ട്. അതെവിടെയെന്ന് അറിയില്ലേ? എവിടെയാ? അമ്മയുടെ ഗർഭപാത്രം. അതാണത്. ആ നരകത്തില് കിടക്കുക അണ്ടിപ്പരിപ്പ് പോലെ അല്ലേ? അണ്ടിപ്പരിപ്പ് പോലെ അല്ലേ കിടക്കുക? ഇതിൽ വേറെ എന്തൊക്കെയോ കുറെ ഉണ്ട്, പറയാതിരിക്കുക ഭേദം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആലോചിക്കത്ര ഇനി ഞാൻ അതിൽ കിടക്കാൻ വരില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് അത്ര വരിക പുറത്തേക്ക്. അങ്ങനെ എന്താ പറയാ? അപ്പൊ ചിലർ പറയും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടാവും തന്നെയാ പറയണത്. ഓർമ്മ തന്നാൽ അവിടെ ഉണ്ട്, ഞാനെന്ന ഭാവം അവിടെ ഉണ്ട് എന്നാണ്. അതിന് പല തെളിവുകളും ആചാര്യന്മാർ നിരത്തുന്നുണ്ട്. അപ്പൊ മനുഷ്യത്വം നേടാനുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന് ഒരു വൈദ്യർ ഒരു മരുന്ന് തന്നു. ആ മരുന്ന്
കഴിച്ചിട്ട് ചെന്നാലല്ലേ, കഴിച്ചിട്ട് രോഗം മാറിയില്ലെങ്കിൽ ചെല്ലാം അല്ലേ? രോഗം മാറിയാൽ എന്നാലും ചെല്ലാം ഇനി കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. കഴിക്കാതെ അത് ഉപയോഗിക്കാതെ ചെന്നിട്ട് എനിക്ക് രോഗം മാറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയും? അതുകൊണ്ട് ഈ സംസാര രോഗഹരം ഔഷധം അദ്വിതീയം, ഈ സംസാര രോഗത്തെ മാറ്റാനുള്ള അദ്വിതീയമായിരിക്കുന്ന രണ്ടാമതൊന്നില്ലാത്ത ഔഷധം ഏതാണ്? അതിനുള്ള എല്ലാ ഉപായങ്ങളും ഉപാധികളും നമുക്ക് തന്നു. അത് തന്നിട്ട് അത് ശരിക്കും വേണ്ട പോലെ വിനിയോഗിക്കാതെ പിന്നെയും ചെന്നാൽ കിട്ടുമോ? കുറേയൊക്കെ തരൂല്ലേ, വീണ്ടും വീണ്ടും അല്ലേ? പിന്നെ എന്ത് ചെയ്യും? പിന്നെയും തന്നില്ലെങ്കിൽ, പിന്നെയും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മരുന്ന് തരും. ഇങ്ങനെയല്ലേ? അതുകൊണ്ട് മനുഷ്യൻ എന്നുള്ളത് വന്നത് ബാക്കിയൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല, അത് പ്ലസ് മറ്റൊന്നു കൂടി ഉണ്ട്. അതുകൊണ്ട് ആരും മനുഷ്യനാവണില്ല. ഈ മനുഷ്യത്വം എന്നുള്ളതാണ് എന്ന് പറയാനാണ് ഈ പറഞ്ഞത്. എന്നിട്ട് ആ ശ്ലോകം പറയുകയാണ്. ഏത്? വൈചിത്രം നിറഞ്ഞ നാനാത്വങ്ങളോട് നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കാൻ എങ്ങനെ കഴിയും നമ്മുടെ മുന്നിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ കാണുമ്പോൾ എന്നാണ് ചോദ്യം. അതിന് സാധ്യമാണോ? നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കാൻ സാധ്യമാണോ എന്നുള്ളതിന് സമാധാനം അരുളുകയാണ്. ആത്മന്യേവാകിലം ദൃശ്യം പ്രവിലാപ്യ ധിയാ സുധീ ഭാവയേദേകമാത്മാനം നിർമ്മലാകാശവത് സദാ. ആത്മന്യേവാകിലം ദൃശ്യം പ്രവിലാപ്യ ധിയാ സുധീ ഭാവയേദേകമാത്മാനം നിർമ്മലാകാശവത് സദാ. ബുദ്ധിമാൻ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും ആത്മാവിൽ ലയിപ്പിച്ചിട്ട് പറയാം. ആത്മന്യേവാഖിലം ദൃശ്യം പ്രവിലാപ്യ ധിയാ സുധീ. സുധീ സുശോഭനമായ ധീ ബുദ്ധിയുള്ളവര്, വക്രതയില്ലാത്ത, കുടിലതയില്ലാത്ത, നേരെ വാ എന്നുള്ള വഴിയുള്ളവര്, അങ്ങനെയുള്ളവര് സുധീ, സുധീരന്മാർ. ധീ ബുദ്ധി, ധിയം ജാതീതി ധീ ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധിയുള്ളവര് എന്താ പറഞ്ഞത്? ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ആത്മാവിൽ തന്നെ ലയിപ്പിച്ചിട്ട്, ആത്മാവിൽ എന്ന് പറഞ്ഞാൽ തന്നിൽ ലയിച്ചിട്ട്. ഈ കാണാകുന്നതെല്ലാം എവിടെയാണ്? ആരാണ് കാണുന്നത്? താൻ ആണ്, ഞാനാണ്. ചോദ്യം, ഞാൻ പോയി കാണുകയാണോ ചെയ്യണത്? ഞാൻ പോയി കാണുകയാണോ ചെയ്യണത്? അല്ല. പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു? എന്താ? അന്ധകരണം ആ വിഷയത്തിന്റെ ആകാരത്തെ പ്രാപിക്കുകയും അതില് പ്രകാശം കൊടുക്കുന്നു. ഏത്? ബോധം അതിനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ആ വസ്തു നമ്മൾ കാണുന്നത്. അപ്പോ ഇവിടെ എങ്ങനെ ലയിപ്പിക്കാം? കാണുന്നതിനെ മുഴുവൻ, ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ആരിൽ വിലയിപ്പിക്കാം? ദൃക്കിൽ വിലയിപ്പിക്കാം. ഇത് തിയറി മാത്രമാണ്. ഇത് നിരന്തരം വിചാരം ചെയ്താൽ, എന്നിട്ട് അവിടെ കോപ്പി എടുത്ത് വെക്കുന്നുണ്ടാവും. പിന്നെ എപ്പോഴാണോ അതിന് സാമ്യമായത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്ന് കാണുമ്പോൾ അത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. ഇത്ര വേഗ പരിപാടികളൊക്കെ നടക്കുന്ന അറിയാം. മറിച്ച് ഈ വിലയിപ്പിക്കുക എന്നുള്ള പ്രക്രിയ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെന്താണ്? നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുന്നുണ്ട്. അത് കണ്ടു, ഇനി മുന്നിലൊരാൾ വന്നാൽ തന്നെ നമ്മൾ കണ്ടോളണമെന്നില്ല. എന്തുകൊണ്ട്? അത് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ, അന്ധകരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകാരത്തെ ഈ വ്യക്തി ശരീരത്തിൽ ഞാൻ എന്നുള്ള ഭാവത്തെ ചിന്തിക്കുമ്പോഴാണ് പറയുക അല്ലേ? അതിനെ സമഷ്ടി ചിന്തനം ചെയ്യുമ്പോൾ അവിടെ ആത്മാ എന്ന് പൊതുവെ ഉപയോഗിക്കാറില്ല. അവിടെ എന്താ പറയുക? അവിടെ ഈശ്വരൻ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി ഒന്നുകൂടി ശ്രേഷ്ഠമാണെങ്കിൽ ബ്രഹ്മം എന്നൊക്കെയാ പറയുക, അല്ലെങ്കിൽ പരമാത്മ എന്ന് പറയും. അത് ആപേക്ഷികമായിട്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് സമഷ്ടി വ്യക്തിത്വത്തിന്റെ ഞാനെന്ന ഭാവമാണ്. വ്യക്തിത്വത്തിന്റെ ഭാവത്തെ നമ്മൾ എന്ത് പറയും? ആത്മാ എന്ന് പറയും. അപ്പോൾ എന്നിലുള്ള ഞാനും ഈ പ്രപഞ്ച അസകലം നിറഞ്ഞു നിൽക്കുന്നതും വേറെയല്ല. കുടത്തിനകത്തുള്ള ആകാശവും മഠത്തിനകത്തുള്ള ആകാശവും മഹാകാശവും ഒന്ന് തന്നെയാണ്
അപ്പൊ ചോദ്യം, എന്തിനാണ് ഈ മഠാകാശം അതേപോലെ ഘടാകാശം മഹാകാശം എന്ന് വേർതിരിച്ചത്? അവിടെ ആകാശത്തിനല്ല വ്യതിചലനം സംഭവിച്ചത്, അതിന്റെ ഇടയില് അല്ലെ പ്രതലത്തിനാണ്, അല്ലെ അതിന് ഇടയിലുള്ളാവുന്ന ഭിത്തിക്കാണ്. ആ ഭിത്തിയും വാസ്തവത്തിൽ ഏതാ? അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയാം. വാസ്തവത്തിൽ ഏതാണ്? അതിലും ആകാശം തന്നെയുള്ളത്, ആകാശം ഇല്ലാത്തിടമല്ല. അപ്പൊ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കുമ്പോഴാണ്, ആപേക്ഷികമായി നോക്കുമ്പോഴാണ് ഇത് ജീവാത്മാ എന്നും പരമാത്മാ എന്നും ഭേദമുള്ളത്. ഞാൻ തന്നെയാണ് നീയും, നീ തന്നെയാണ് ഞാനും, സർവവും ഞാൻ തന്നെയാണ് എന്നിൽ വിലയിപ്പിച്ചു. പറയാൻ എത്ര എളുപ്പാന്നറിയാതൊക്കെ. ചില അവസരം വന്നു നോക്കണ്ടേ അല്ലേ? ഇത് കേട്ടിട്ടാണ് ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോണത്, ആരാധനാലയങ്ങളിലൊക്കെ പോണത് എന്തിനാ? ഈശ്വരനെ കാണാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ? ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ? എന്നിലും നിന്നിലും സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യമല്ലേ, ഏകമല്ലേ? അല്ലേ? യേശുക്രിസ്തു ചോദിച്ച പോലെ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. അതിന്റെ പൂർണ്ണ രൂപം വേദത്തിലുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചാൽ അതിന് സമാധാനം ഇവിടെ ഉണ്ട്. ഏതാ? നിന്നിലും എന്നിലും സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമായത് കൊണ്ട് നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കും. ഇവിടെ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ വേവേക്തി സർവമിതം വിഷ്ണു, സർവ്വജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവന്റെ പേരാണ് വിഷ്ണു. ശാസ്ത്രങ്ങൾ അല്ലേ ധാരാളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ബോധം വരുന്നില്ല. ആ ബോധം വരണമെങ്കിൽ എന്ത് വേണം? വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. നിത്യനിരന്തരമായ സാധന അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കണം. അപ്പൊ അങ്ങനെ ശരിയോ? പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യവഹാരങ്ങളൊക്കെ എന്തായി തീരുന്നു? വേറെ ആക്കാനുള്ളതാണ് അല്ലേ? രാവിലെ എണീറ്റ് ഇന്നിപ്പോ ഈ നേരം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും എന്താവും? നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ ഒക്കെ എന്തായിരിക്കും? ഈ മതിൽക്കെട്ടുകളായിരിക്കില്ലേ? അത് തിരിച്ച് ചെയ്താൽ മതി. അതാണ് സാധനം. എങ്ങനെയൊക്കെ നമ്മൾ ഒന്നായി തീരാം, എങ്ങനെയൊക്കെ നമ്മൾ ഒന്നാവാം, എങ്ങനെ ഈ നാനാത്വത്തിൽ ഏകത്വത ദർശിക്കാം എന്നുള്ള പാഠമല്ല നമ്മൾ പഠിക്കുന്നത്. അതിപ്പോ ഒരു മണിക്കൂർ കയറി വന്നാലേ ഉള്ളൂ. അങ്ങനെയല്ലേ? ബാക്കിയുള്ള സമയം മുഴുവൻ എന്താണ്? 23 മണിക്കൂർ എന്താണ്? വേറെ ആക്കല. അപ്പൊ ഏതിനാവും ശക്തി കൂടുതൽ? വേറെ ആവലിനാവും. ഏകത്വത്തെ നാനാത്വത്തിലേക്ക് കൊണ്ടുപോകലിനാവും. നാനാത്വത്തെ ഏകത്വത്തിലേക്ക് കൊണ്ടുവരലിനാവില്ല. ഇപ്പൊ തിരിച്ചിട്ടാ മതി. അതിപ്പോ നിങ്ങൾക്കൊക്കെ പറയാം, ഞങ്ങൾക്ക് പറ്റുമോ? എല്ലാവർക്കും പറ്റുന്നേ. അതിനാണ് രാഗം ഒഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞത്. എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അതിലൊക്കെ ഏതാവാം? ഇത് ഓർമ്മിക്കാം. ഏത്? വേറെയല്ല, വേറെയല്ല, വേറെയല്ല. ഞാൻ വേറെയല്ല, നമ്മൾ വേറെയല്ല അല്ലേ? നമ്മൾ ഒന്നായി തീരണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നാവും. ഒന്നാവാൻ ശ്രമിച്ചാലോ ഒന്നാവും. ശ്രമിക്കലിനാണല്ലോ സാധന എന്ന് പറയാം. രണ്ടാക്കാൻ ശ്രമിച്ചാലോ രണ്ടാവും. വീട്ടിൽ പോലും അങ്ങനെയാ. വീട്ടില് ഞങ്ങൾ ഒന്നാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടുകയാണെങ്കിൽ ഒരാൾ കയറി വരിക വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവും? ചണ്ട നിർത്തിയിരുന്നു അല്ലേ? കുറച്ചു കാലം മുമ്പൊക്കെ ആണെങ്കിൽ നിർത്തില്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അവരൊന്നാവും. ഒരു ഭാവവ്യത്യാസം അല്ലാതെ വരുന്ന ആള് പുറത്തേക്ക്. ഇപ്പൊ അതുമില്ല. ഇപ്പൊ അത് വേറെ തന്നെയാ. അപ്പൊ ഈ രണ്ട് ചേർന്ന് ഒന്നാവലിന് പകരം എന്തായിത്തീരുന്നു? രണ്ട് തന്നെയാ എന്നും. അപ്പൊ എങ്ങനെയൊക്കെ ഒന്നാക്കി തീർക്കാൻ പറ്റും? ഞാനും എൻ്റെ കുട്ടികളും ഒക്കെ കൂടി ഒന്നാണ് എന്നുള്ള ചിന്തയിന് അത് കൂടുതൽ വികസിതമായിട്ട് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ അമ്മ മാത്രമാണ് കുട്ടിക്ക് എൻ്റെതാണെന്നുള്ള ബോധം. കുറച്ചുകൂടി പോയപ്പോൾ എന്തായി? മറ്റുള്ളവരെ കൂടി കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അമ്മ പോയിട്ടൊന്നുമില്ല. ക്രമേണ ബന്ധുജനങ്ങളെ ഒക്കെ ഉൾക്കൊള്ളാൻ കുട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ അവന്റെ ബുദ്ധി വിശാലമായി തീർന്നു. അങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന തലത്തിലേക്ക് അവൻ ഉയരുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ചുരുക്കി കൊണ്ടുവന്ന് എന്താവുന്നു?
ഞാനും എൻ്റെ കുടുംബം എന്നുള്ളതും കൂടി പോയിട്ട് ഞാൻ മാത്രമായി തീരുന്ന അവസ്ഥ. അതെ, ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികളും, എൻ്റെ തട്ടാനും, എൻ്റെ വൈദ്യനും എന്ന് പറയും ഒരു വട്ടം. ഇപ്പോഴോ അപ്പൊ ഞാനും എൻ്റെ കുട്ടികളും, ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികളും എന്നും പറയാൻ പറ്റില്ല അല്ലേ? കുറച്ചു കാലമാണ് ഞാനും എൻ്റെ ഭാര്യയും മാത്രം എന്ന് പറയുന്നത്. അപ്പൊ അതുമില്ല, അപ്പൊ ഞാൻ മാത്രമായി. അതാ പറഞ്ഞത്, ചുരുങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ അതിന് വ്യവഹാരത്തിൽ ഒരു ഘട്ടം വരെ താൻ അല്ലേ, ഭാര്യ എന്നുള്ള പദവിയൊക്കെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അമ്മ എന്നുള്ളതുണ്ട്, കുട്ടി എന്നുള്ളതുണ്ട്, പിന്നെന്താണ് ഓരോ ഘട്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ വ്യവഹാരത്തിലുള്ളത് തന്നെയാണ്. വ്യവഹാരത്തിനുള്ളതാണ്, പരമാർത്ഥമല്ല എന്ന് ബോധിച്ചിട്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കാൻ കഴിഞ്ഞാൽ മതി. ഈ പരമാർത്ഥത്തെ ബോധിച്ചിട്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കാൻ കഴിഞ്ഞാൽ മതി. നാടകമാണല്ലോ ഈ ഉലക് അല്ലേ, ഉലക് ഒരു നാടകം തന്നെയാണ്. ആ നാടകം ശരിക്കും അഭിനയിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഈ പരമാർത്ഥത്തെ അറിഞ്ഞിട്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് എന്താവും? എന്ത് പ്രശ്നങ്ങളെയും സ്വയമേവ പരിഹരിക്കാൻ കഴിയും അല്ലേ? കഴിയാത്തവര് അങ്ങനെയുള്ളവരെ ആശ്രയിക്കുന്നു. ക്രമേണ അവരെന്തായിത്തീരുന്നു? ആ തലത്തിലേക്ക് ഉയരണം അല്ലേ? എന്നാൽ ഇപ്പം എന്തിനാ ഞാൻ ഈ പ്രശ്നം ഉണ്ടായത് അല്ലേ? അത് അവസാന സമയത്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാമൃതാമൊക്കെ അല്ലേ? അതൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടായി, എപ്പോഴും ചൊല്ലിയാൽ നല്ലതാ. ഞാൻ എന്തിനാപ്പം ഈ മത്സരിക്കുന്നത്? ആരോടാപ്പം ഞാൻ മത്സരിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടായത്? നഷ്ടമല്ലാതെ എന്താ ഉണ്ടായത്? വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ നശിക്കുന്നത് എന്നൊക്കെ സ്വയം വികാരം ചെയ്ത് എങ്ങനെയൊക്കെ ഒന്നാക്കി തീർക്കാം എന്നുള്ള ചിന്ത ചെയ്യുകയാണ് മുഖ്യമായ സാധന എന്നാ പറഞ്ഞുകൊണ്ടുവന്നത്. അങ്ങനെ ആവുമ്പോൾ ബുദ്ധിമാന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. ബുദ്ധിയുള്ളവർ, വികാരികൾ അങ്ങനെ ചെയ്യണില്ല, വികാരമുള്ളവർ അങ്ങനെ ചെയ്യണില്ല. വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടുന്നവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യും? നൊന്തുപറ്റ കുട്ടിയെ പോലും കൊല്ലുക പോലും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഉണ്ടോ? എന്തിനേറെ ഇനി നേരത്തെ പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താനാണെന്ന് പറഞ്ഞിട്ട്, കാരണം മരണഭയവും ദുഃഖഭയവുമാണ് മനുഷ്യന് ലോകത്തുള്ള ഏറ്റവും വലിയ ഭയങ്ങൾ എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭയങ്ങളാണുള്ളത്. ഏതൊക്കെ? ഒന്ന് മരണഭയം, മറ്റൊന്ന് ദുഃഖഭയം. ഇതിലിപ്പോൾ ഏതാ വലിയത് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാൻ പറ്റില്ല. ദുഃഖഭയം കൊണ്ട് മരിക്കുന്നവരുണ്ട്, മരണഭയം കൊണ്ട് ദുഃഖിക്കുന്നവരുമുണ്ട് ഇല്ലേ? ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദുഃഖങ്ങളെയും ഈ രണ്ട് പട്ടികയിൽ നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പൊ ചോദ്യം വരുന്നുണ്ട്, അപ്പൊ മരണം ഭയം, എല്ലാവർക്കും മരണഭയോ ദുഃഖഭയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുപ്പിയും കയറൊക്കെ തേടുന്നതെന്ന്? വികാരം കൊണ്ടാണെന്ന് മാത്രമാണെന്നതിന് ഉത്തരം. ബുദ്ധിമാൻ അല്ലേ? ചെയ്യോ? ബുദ്ധി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ വികാര വിക്ഷോഭങ്ങളെ എന്ത് ചെയ്യുന്നു? അടക്കാൻ, നിയന്ത്രിക്കാൻ, ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ അത് കഴിയും. ബുദ്ധിമാനെ കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം അല്ലേ? ഈ വേദവാണിയെ സുലളിതമായിട്ട് അല്ലേ ഗുരുദേവനൊക്കെ പറയുന്ന സമയത്ത് നമുക്കതിന് എന്താ മനസ്സിലാക്കേണ്ടത്? അവനവന് സുഖത്തിനായി വരുന്ന, മറ്റുള്ളവർക്ക് സുഖത്തിനായി വരണം. അവനവൻ എനിക്ക് എന്താണോ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ മറ്റൊരാളോട് ചെയ്യാൻ പാടുള്ളൂ. എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എന്നോട് ഒരാൾ പ്രവർത്തിച്ചാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ മറ്റൊരാളോട് ചെയ്യരുത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മതിയെന്ന് നമ്മൾ നന്നായിക്കോളുന്നു. പറ്റാതപ്പോൾ ആ സമയത്താണ്ട് ഓർക്കുകയല്ലേ, ഒരാൾ ചീത്ത പറയേ അല്ലെങ്കിൽ ഒരാളെ അല്ലേ പ്രഹരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതേ സ്പോട്ടിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ? ഇത് അയാൾ എന്നോട് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് ദുഃഖമുണ്ടാവുമോ? അത് ചിന്തിക്കല്ലേ അപ്പൊ പണി. അത് വികാരം കൊണ്ട് വിവേകമുള്ള ഒരാൾ എന്ത് ചെയ്യും? അപ്പൊ അതേ സ്പോട്ടിൽ ചിന്തിച്ചിട്ടുണ്ടാവും. എന്ത്? അപ്പോൾ പരാപശ്യന്തി വൈഖരി, മധ്യമ വൈഖരി എന്നുള്ള രൂപത്തിലാണല്ലോ ശബ്ദം പുറത്തേക്ക് വരുന്നത്. വൈഖരിയായി പുറത്ത് വരുന്നതിന് മുമ്പ് അവിടെ തടഞ്ഞിട്ടുണ്ടാവും. എന്ത്? മിണ്ടിപ്പോരുത്, പറയണേ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ അങ്ങോട്ട് ഈ വാക്ക് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ എന്നോട് ഇതേ പ്രകാരത്തിൽ പ്രവർത്തിച്ചാൽ എന്താവും? എനിക്ക് വിഷമം ഉണ്ടാവുമോ? എന്നാൽ കൊടുക്കണ്ട. അതാണ് ബുദ്ധിമാന്റെ പ്രവൃത്തി. ഇപ്പൊ ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓർമ്മ വരും. തോന്നേണ്ട സമയത്ത് തോന്നേണ്ടത് തോന്നിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്നലെ ഒരു രസം ഉണ്ടായി. ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് വായന എടുത്തിങ്ങനെ പോരുന്ന സമയത്ത് ഒരു
പിക്കപ്പ് 407 വണ്ടി, അത് അങ്ങോട്ട് കല്ല് കയറ്റി പോവാണ്. ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നിർത്തിയിട്ട സമയത്ത് അതിന് പഴം കഴിച്ചിട്ട് പഴത്തിൻ്റെ തോല് കുറേ ഉണ്ട് റോട്ടിലിട്ടിട്ട്, നല്ല റബ്ബറൈസ്ഡ് റോഡാട്ടോ. അപ്പോഴാണ് നമ്മൾ ദൂരത്ത് നിന്ന് കാണുന്നത്, അടുത്താണ് കണ്ടു പിന്നെ നിർത്തില്ല, ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. മെല്ലെ കൊണ്ടുവന്ന് കുറച്ച് സ്പീഡായിട്ട് അടുത്തെത്താൻ കുറച്ച് സ്പീഡാണ് കൂട്ടി, പറഞ്ഞ മനസ്സിലായില്ല. എന്നിട്ട് മെല്ലെ വണ്ടീൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി. അവർ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പുറപ്പെടുമായിരുന്നു. വിളിച്ചു, ആൾക്കാരെ വിളിച്ചു. നല്ലൊരു ടൗണാണ്, നല്ലൊരു അങ്ങാടി സ്ഥലം, ആളുകൾ കുറേയുള്ള സ്ഥലം. അത് എന്താ വിളിച്ചാൽ അവർ വരണം. എന്തുകൊണ്ട് വെച്ചാൽ വണ്ടി മുട്ടുക എന്തോ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ച് വന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല, നമ്പർ എഴുതിയിരിക്കില്ലേ, അതുകൊണ്ട് വന്നതല്ല, നമ്മളെ കണ്ടിട്ടുള്ള മേനോണ്ട് വന്നതൊന്നുമല്ല. പറഞ്ഞ മനസ്സിലായാലും അയാൾ വിളിച്ചുകൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചത് അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ല, അതൊക്കെ വിചാരിക്കേണ്ട. ഏതായാലും വിളിച്ചപ്പോൾ ഇന്ന് ഒരാൾ മടിച്ചാണെങ്കിൽ ഇറങ്ങി വന്നപ്പോൾ കാരണം അത് ആ പഴത്തോലൊന്നും എടുത്ത് റോട്ടിക്ക് ഇടുന്നത് കാണുകയാണ്. അയാളോട് തന്നെ പറഞ്ഞു ആ പഴത്തോലം. ഈ ജനങ്ങൾ ചുറ്റുഭാഗം നോക്കിയത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആളുകളൊക്കെ നോക്കി നിൽക്കുക. ഇയാൾക്ക് നിവൃത്തിയില്ലാതെ വന്നു, ഇയാൾ ഈ പഴത്തോല് എടുത്ത് വലിച്ചെറിഞ്ഞു. നമ്മൾ വണ്ടി വിട്ട് പോരും ചെയ്തു. പറഞ്ഞ മനസ്സിലായില്ല. അത് ചെയ്യും വിചാരിച്ചിട്ടൊന്നും അല്ല, പക്ഷെ ഇയാൾക്ക് തന്നെ ഒരു ചമ്മല്. ഇതിനാരും സപ്പോർട്ട് ചെയ്യില്ല, കാരണം ചെയ്യുന്നവർ പോലും ചെയ്യില്ല, കാരണം ഇത് വിജയിക്കാൻ പോണ കാര്യമല്ല. അതപ്പം തോന്നിയതാ. പറഞ്ഞ മനസ്സിലായല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നമ്മുടെ അടുത്ത് നിന്നാണെങ്കിൽ അത് തോന്നേണ്ട സമയത്ത് തോന്നണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. ഇതെടുത്തിടാൻ പറഞ്ഞ പോലെ കേട്ടോ, ഇത് ചെയ്യലേ നമ്മുടെ അടുത്ത്. ഇതല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിന് നമ്മുടെ അടുത്ത് ഉണ്ടാവാം, അശ്രദ്ധ കൊണ്ടൊക്കെ ഉണ്ടാവാം. ഒരു ദിവസം തീർത്ഥയാത്ര പോവാം. തീർത്ഥയാത്ര പോയ സമയത്ത് ഈ ബസ്സിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. എവിടെ പോയാലും ആ സ്ഥലത്തെക്കുറിച്ച് വിസ്തരിക്കും പ്രഭാഷണങ്ങൾ ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. ഇതൊക്കെ കേട്ടുകൊണ്ടൊക്കെയാണ് പോണത്. ഒരു ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പോയിട്ട് ഏകദേശം മംഗലാപുരം എത്തിയപ്പോൾ ബസ് നിർത്തി. എല്ലാവരും വത്തക്ക കണ്ടപ്പോൾ വത്തക്ക കഷ്ണം വാങ്ങി കഴിക്കാൻ തുടങ്ങി. ബസ് പുറപ്പെടാൻ നേരത്തെ നോക്കുമ്പോൾ മുഴുവൻ റോട്ടിലുണ്ട് വത്തക്കേൻ്റെ തോട്. നോക്കണേ, പഴത്തോലിലേറെ അപകടമാണത്. പഴത്തോല് ചിലപ്പോ അല്ലേ, ചിലപ്പോൾ വഴുക്കുമെങ്കിലും ചിലപ്പോൾ ആ തോല് അവിടെ പറ്റി ചേർന്നേക്കാം. അത് വിചാരിക്കാൻ പറ്റില്ല, കാരണം അതിലേറെ അപകടമാണ് ഇത്. പെട്ടെന്ന് പതിയാത്തതാണ് ഇത്, എന്നാൽ വഴുക്കൽ കൂടുതലുള്ളതുമാണ് ഏത് വത്തക്കേണ്ടത്. ഉറപ്പാണ്, ഏതെങ്കിലും ബൈക്കുകാരന് ഉറപ്പാണ് അതിൽ ചവിട്ടി അതിൽ വന്ന് വീഴുമെന്നുള്ളത്. എന്നിട്ട് പിന്നെ ബസ് പോകാൻ നേരത്ത് നമ്മളെ പണി ഇതായിരുന്നു, എന്ത് ഇതൊക്കെ പെറുക്കി കൂട്ടാൻ. ഇത് പെറുക്കി കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഇതൊക്കെ തന്നെ ചെയ്യും. കാരണം ചിന്തിക്കണില്ല. കാരണം ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷമാകുമോ, അയാളത് ചെയ്താൽ എനിക്ക് ദോഷമാകുമോ എന്ന് ചിന്തിച്ചാൽ മതി. ഈ ചിന്ത ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് വേണം? ഈ ലയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും? എല്ലാം എന്താവും? എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണ്. അല്ലാതെ ഒരു ഒഴിവൊഴിവ് സിദ്ധാന്തമായിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും പറയണത് അമ്പലത്തിൽ പോകാതിരിക്കാൻ വേണ്ടി പറയാറുണ്ട്. അതൊന്നും പോകണ്ട, സർവ്വവ്യാപിയാണ്. അത് എന്തിനാ വേണ്ടിയാ പറയണമെന്ന് അറിയോ? അവരുടെ പ്രവൃത്തി ഇങ്ങനെയല്ല കാണാറ് എന്നാ പറഞ്ഞുകൊണ്ടതിന് സാരം. എന്നാൽ എല്ലാവരെയും കാണുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒക്കെ കാണേണ്ടത് എന്താ? ഈശ്വരൻ സർവ്വവ്യാപിയാണ്, തന്നെ എല്ലാറ്റിലും കാണണ്ടേ? ആരും അന്യരല്ലോ അല്ലേ? അന്യമായിട്ട് എന്തിനാ കാണുന്നത്? അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഇവിടെ കാണുന്നില്ല. ഇത് എൻ്റെ, അത് നിന്റെ എന്നുള്ളത് ഏറ്റവും കൂടുതൽ കാണുകയും ചെയ്യുക. എന്നിട്ട് എന്ത് വേണം? ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് ചോദിക്കുകയും ചെയ്യുക. അത് എന്താണ്? ദോഷമാണ്. ഈ തത്വത്തെ ബോധിച്ച ഒരാളുടെ പ്രവൃത്തി എങ്ങനെയാവും? പ്രവൃത്തി വെച്ചിട്ട് വേണം അയാൾ എവിടെയാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ പ്രസംഗം കേട്ടിട്ട് ആവരുത്, ക്ലാസ് കേട്ടിട്ട് ആവരുത് എന്ന് പറഞ്ഞതിന് അതാർക്കും പറ്റും അല്ലേ? നമുക്ക് പറഞ്ഞൂടെ? പറയാം. അതുകൊണ്ട് ആത്മാനാത്മ വിവേചനം ചെയ്യുന്നതിൽ സമർത്ഥനാണ് ആര്? അയാളെയാണ് ശാസ്ത്രം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ആരാണ് ബുദ്ധിമാൻ? സാഹസികനെയല്ല. ഒരു വലിയ ഉയരത്തിൽ നിന്ന് താഴോട്ടൊരൊറ്റ ചാട്ടം, അയാൾ വലിയ ബുദ്ധിമാനാണ്. അങ്ങനെയല്ല. മറ്റൊരാളെ ഞാൻ പറ്റിച്ചു, അയാൾ വലിയ ബുദ്ധിമാനാണ്. തെക്കോട്ട് ബസ് കാത്ത് നിൽക്കുന്ന ഒരാളോട് വടക്കോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് വലിയ ക്യാമത്തം കാണിച്ചു, അത് ബുദ്ധിമാനാണ്. എൻ്റെ ബുദ്ധി ആരും മനസ്സിലായില്ലേ? ഇതൊന്നുമല്ല ബുദ്ധിമാൻ. എന്താണ്? ആത്മാനാത്മ വിവേകം ചെയ്യാൻ കഴിയുന്നതിൽ സമർത്ഥനാരോ, സാമർത്ഥ്യമുള്ളവനാരോ. മറ്റേ സാമർത്ഥ്യം അല്ല കേട്ടോ, ഞാൻ മറ്റൊരാളെ പറ്റിച്ചു എന്നുള്ള സാമർത്ഥ്യമല്ല.
ബുദ്ധിമാന്റെ ലക്ഷണം ആത്മാനാത്മ വിവേകം ചെയ്യാനുള്ള സാമർത്ഥ്യത്തെയാണ് ഏത് ബുദ്ധിമാൻ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ആത്മഭിന്നമായ എല്ലാറ്റിനെയും ആത്മാവിൽ ലയിച്ചിട്ട് അദ്വിതീയാത്മഭാവം കൈവരുത്തലാണ് വേദാന്തത്തിലെ സാധനകളുടെ എല്ലാം തന്നെ ലക്ഷ്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാകുന്നു എന്ന ഭാവന കൊണ്ട് പ്രപഞ്ചലയം സമ്പാദിക്കാനാവുന്നതാണ്. എന്താണ് വഴി? സാധ്യമാണോ എന്ന് ചോദിച്ച ചോദ്യമാണത്. പറയാണ്, ഈ പ്രപഞ്ചം നാനാത്വത്തിൽ ഏകത്വത്തെ കാണാൻ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കഴിയുമോ? ഈ പ്രപഞ്ചം മുന്നിൽ ഇങ്ങനെ കളിക്കുമ്പോഴേ, മായാവിലാസങ്ങൾ കാണിക്കുമ്പോഴേ നമുക്കതിന് കഴിയുമോ എന്നാ ചോദ്യം. അതിന് പറയാണ്, കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാകുന്നു എന്ന ഭാവന കൊണ്ട്, കാര്യം ഇല്ലാതെ കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല, കാര്യമില്ലെങ്കിലും കാരണമുണ്ടാകും എന്ന ചിന്ത കൊണ്ട്, ഏതൊന്നിനും കാരണം ഉണ്ടാകും. ഈ കാര്യകാരണ സംബന്ധം കൊണ്ട് അത് എപ്പോഴും ചിന്തിക്കും, എന്താ അതിന് കാരണം? ഓരോന്നിൻ്റെ തീ ഉണ്ടെങ്കിലേ പുക ഉണ്ടാവൂ, പുകയില്ലെങ്കിലും തീ ഉണ്ടാവും. അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാവും ഇട്ടാൽ മതി, അല്ല പുക ഇല്ലേ, അഗ്നി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഗ്നിനെ ജ്വലിച്ചോളമൊന്നുമില്ല. പുകയുണ്ടെങ്കിൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട് അല്ലേ? അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുക ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോ അതേപോലെ എന്തൊരു കാരണം, നമുക്ക് ദുഃഖമുണ്ടോ? ഉറപ്പാണെന്ത്? ദുഃഖം കാര്യമാണല്ലോ അല്ലേ? ദുഃഖമില്ലാത്തവരാരാളുള്ളത്? ഉണ്ടെങ്കിൽ അവര് ദുഃഖമുണ്ടെങ്കിൽ ഉണ്ടോ? ദുഃഖം ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാണെന്ത്? അതിന് കാരണം ഉണ്ടാവും. എന്താ അഭിപ്രായം? ഇപ്പൊ ചോദ്യം, ദുഃഖമുണ്ടായത് രോഗം കൊണ്ടാണ്, പറയാൻ പറ്റില്ല. രോഗമുള്ളവരെല്ലാവരും ദുഃഖികളല്ല, പറഞ്ഞല്ലോ. കാരണമുള്ളത് കൊണ്ട് കാര്യം ഉണ്ടായിക്കോളണമെന്നില്ല. കാര്യമുണ്ടെങ്കിൽ എന്തുണ്ട്? കാരണം ഉണ്ടാകും, നിശ്ചയം, സുനിശ്ചിതം. അസുഖാണെന്ന് പറഞ്ഞാൽ രോഗം എല്ലാവർക്കും അസുഖമല്ല അല്ലേ? ശരീരത്തിന് രോഗം വരികയും ചെയ്യും. അസുഖമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ആർക്കെങ്കിലുമൊക്കെ അസുഖം കൊടുത്തിട്ടുണ്ടാവും. ഭഗവാനെ എനിക്ക് ശാന്തി വേണം, സമാധാനം വേണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കിട്ടില്ല. എന്ത്? കാരണത്തിന് ചികിത്സ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഞാൻ അശാന്തി, അസമാധാനം, അസ്വസ്ഥത നൽകിയിട്ടുണ്ടാവണം. കൊടുക്കാത്തത് എന്തായാലും എനിക്ക് കിട്ടില്ല. കാരണമല്ലാതെ കാര്യം ഉണ്ടാവില്ല. എന്താ അഭിപ്രായം? അപ്പൊ എല്ലാം കാര്യകാരണ സംബന്ധത്തോടു കൂടി ചിന്തിച്ചാൽ എന്തായി തീരും? പിന്നെ നന്നാവാൻ വേറല്ല വഴിയും വേണം. നമ്മൾക്ക് വല്ല ദുഃഖം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ആരെയാ ചിന്തിക്കുക? അത് അവന്റെ പണിയാണ്, അത് അവളുടെ പണിയാണ്, അത് അയൽവക്കക്കാരന്റെ പണിയാണ്, ഞാൻ കാണിച്ചെടുക്കാം, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു. കൂടുതൽ ദുഷ്ടരാവുക നമ്മൾ ചെയ്യുന്നത്. കാരണം അത് ചിന്തിക്കും തോറും നമ്മൾക്ക് എന്തായി? നമ്മൾ അതായിത്തീരും. വാശി, എല്ലാ ദോഷങ്ങളും. കാരണം എത്രത്തോളം അങ്ങനെ ചിന്തിക്കുന്നുവോ അത്രത്തോളം നശിക്കുന്നതാരാ? നമ്മളാണ്. ചിലപ്പോൾ കിഡ്നി വരെ ഫെയിലറാവുന്ന സംശയമൊന്നുമില്ല. അങ്ങനെയാ. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്നാ. കുറേ കാലം മറ്റുള്ളവരെ കുറിച്ച് ദുഷ്ടത ചിന്തിച്ചു നോക്കൂ, ഉറപ്പാ കിഡ്നിയൊക്കെ പോകും. ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അത് തന്നെയാണ്, ക്യാൻസറും കിഡ്നിയൊക്കെ അല്ലേ? ഇതിന് മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ട്. അലോപ്പതി ഗുളികകൾ ധാരാളം കഴിച്ചു കൂട്ടുന്നവരിലും വരാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ വാരി കഴിക്കല്ലേ, കാര്യത്തിന് വേണ്ടാന്ന് പറഞ്ഞില്ല, പക്ഷെ അതെങ്ങനെ എന്ത് തന്നാലും കഴിക്കുക തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടാവാം അല്ലേ, ചിലപ്പോൾ ഇറച്ചിക്കോഴി കഴിച്ചിട്ടാവാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. എന്നാൽ ഒരു കാരണം ഇതുമാണ്. എന്താ? അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളാണ് നമ്മളെ രോഗികളാക്കുന്നത്. അപ്പൊ ചിന്ത നന്നായാൽ, ചിന്തായാശ്ച ചിതായാശ്ച ബിന്ദു മാത്രം വിശിഷ്യതേ. ചിന്തയും ചിതയും എഴുതുമ്പോൾ ഒരു ബിന്ദുവിന്റെ വ്യത്യാസമേ ഉള്ളൂ. പഴയ രീതിയിൽ എഴുതുമ്പോഴേ ചിന്താചിത, ചിത മരിച്ചുപോയ ദേഹത്തെ ചുട്ടുകളയൂ, ചിന്ത ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ നശിപ്പിക്കും.
ഏതാ വേണ്ടത്? ഏതാ നല്ലത്? ചിന്തയോ ചിതയോ? ചിതയേക്കാൾ അപകടമാണ് ചിന്ത. ആ ചിന്തയെ തന്നെ നന്നാക്കി എടുക്കാം. എന്ത്? നല്ലത് കാണാം, അല്ലേ? എല്ലാറ്റിലും നല്ലതും ചീത്തയുണ്ടാവും. അപ്പൊ ഒരാൾ എന്നെ ദുഃഖിപ്പിച്ചാൽ പോലും അത് ഗുണകരമായിട്ട് അത് നല്ലതിനാക്കിയിട്ട് എടുക്കാൻ പറ്റും. ശാപം പോലും അനുഗ്രഹമാക്കി എടുക്കാൻ പറ്റുന്ന അർത്ഥം, ശ്രീകൃഷ്ണനെ പോലെ. അതുകൊണ്ട് കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാകുന്നു എന്ന ഭാവന കൊണ്ട് ഏത് നമുക്ക് നന്നാവാന്നാ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചാൽ എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, എനിക്ക് ലഭിക്കുന്നതെല്ലാം എന്താണ്? ഞാൻ കൊടുത്തത് തന്നെയാണ് എന്നറിയും. അപ്പൊ ആരാണ് എന്നെ ഞാനാക്കിയത്? നമ്മളെ ഓരോരുത്തരും എന്നെ ഞാനാക്കിയതും നിന്നെ നീയാക്കിയതും എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിലുള്ള ഞാനും, അല്ലേ? എല്ലാറ്റിലും ഉള്ളത് ഇത് ഞാൻ ഏതാണ്? ഞാൻ ഏകമാണ്. ആ ഏകമാണെന്നുള്ള ബോധത്തിൽ അറിയും. അപ്പൊ എല്ലാം എന്തായി? ഞാനിൽ വിലയിച്ചു, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിലാക്കി. അപ്പൊ വേദത്തിന്റെ മഹാവാക്യത്തെ സാക്ഷാത്കരിക്കും. സംശയലേശനന്യാണ് പറയാൻ നല്ല സുഖം. ഋഗ്വേദീയമായ മഹാവാക്യമാണ്, ഉപനിഷത്തിലെ മഹാവാക്യമാണ്. പ്രജ്ഞാനം ബ്രഹ്മ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലേ? യജുർവേദീയമായ മഹാവാക്യത്തിലെ ഉപനിഷത്തിലെ മഹാവാക്യമാണ് ഏത്? അഹം ബ്രഹ്മാസ്മി. സാമവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. അഥർവവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് ഏത്? അയമാത്മാ ബ്രഹ്മ. ഇത് ഏതെങ്കിലും ഒന്ന് സാക്ഷാത്കരിച്ചാൽ എന്തായി? പ്രപഞ്ചലയം സാധ്യമായി. വേറൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചലയം എന്താവണം? നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായി എപ്പോഴും എന്നും എന്ത് ചെയ്യുമ്പോഴും നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കാനുള്ള ചിന്ത കൊണ്ട് നേരെയാക്കി എടുക്കാൻ കഴിയും ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നവർക്കും എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആത്മജ്ഞാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നതാണ് 40-ാമത്തെ ഇത്. ഇന്ന് 8 മണിക്ക് ഗീതാജ്ഞാന യജ്ഞത്തിന് കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഓടണം. 8 മണിക്കെങ്കിലും എത്തും എന്ന് പറഞ്ഞത്. 7 മണിക്കാണ് സാധാരണ. ഇന്ന് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് 1 മണിക്കൂർ വൈകി വെച്ചതാണ്. അത് തൽക്കാലം ഇപ്പോൾ ഉടനെ ഓടേണ്ടതുണ്ട്. തൽക്കാലം നമുക്ക് അടുത്ത് പിന്നെ നോക്കാം. 40. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.